ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം 7 പേർക്ക് പരിക്കേറ്റു. പശ്ചിമ ഗലീലയിലെ കെട്ടിടത്തിലാണ് മിസൈൽ പതിച്ചത്. MCA നാസർ ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. MCA, ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫലിഷ്ഠ പിന്നിട്ട 2-3 ദിവസമായി പ്രധാനമായിട്ടും ഈ ലെബനോൺ ഇസ്രായേൽ അതിർത്തിയിൽ വലിയ തോതിൽ തന്നെ സംഘർഷം വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ മുതൽ ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമായിരുന്നു ആക്രമണവും പ്രത്യേകരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 4 മിസൈലുകളാണ് വെസ്റ്റേൺ ഗലീലയിൽ പതിച്ചിരിക്കുന്നത്. ആ 4 അയൺ ഡോം സിസ്റ്റത്തിന് കണ്ടെത്താനോ അതിനെ തടയാനോ സാധിച്ചില്ല. അങ്ങനെ ആ 4 മിസൈലുകളും ഒരു കെട്ടിടത്തിൽ വന്ന് പതിച്ചു എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. 7 പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ പരിക്കേറ്റവരുടെ എണ്ണം ഇതിലും കൂടാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേൽ ആംബുലൻസ് പ്രവർത്തനങ്ങൾ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന നിർദ്ദേശമായി ലെബനാൻ അധികൃതരും അതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റ് പല രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആക്രമണവും തുടർന്നുള്ള പ്രത്യാക്രമണവും തുടരുന്ന ഒരു കാഴ്ചയാണ് പിന്നിട്ട 3 ദിവസങ്ങളായി ഈ മേഖലയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഫാരിഷ. ശരി, ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് MCA നാസറാണ്.